ഇടുക്കി നെടുങ്കണ്ടം പുഷ്പകണ്ഠം നാലുമലയിൽ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കുടുങ്ങി. അനധികൃത ട്രക്കിംഗ് നടത്തിയ 27 വാഹനങ്ങളാണ് കുടുങ്ങിയത്. കർണാടകയിൽ നിന്നും എത്തിയ 40 അംഗ സംഘത്തിന്റെ വാഹനങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് നിലവിലെ സാഹചര്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, റവന്യൂ ഭൂമിയിലാണ് ഇന്നലെ 40 പേരടങ്ങുന്ന സംഘം അനധികൃത ഓഫ് റോഡ് ട്രക്കിംഗ് നടത്തിയത്. വേനൽക്കാലത്ത് ഉൾപ്പെടെ വലിയ തരത്തിലുള്ള അപകടം ഈ പ്രദേശത്ത് ഉണ്ടാകാറുള്ള സ്ഥലം കൂടിയാണ്. ജില്ലാ കളക്ടർ ഈ ട്രക്കിംഗ് നിരോധിച്ചൊരു മേഖല കൂടിയാണ്. അവിടെയാണ് ഈ കർണാടകയിൽ നിന്നുള്ള സംഘത്തിന്റെ 27 താർ ജീപ്പിലായിരുന്നു, താർ വാഹനത്തിലായിരുന്നു ഇവരുടെ ഓഫ് റോഡ് ട്രക്കിംഗ് നടത്തിയത്. ഇന്നലെ ഉച്ചയോടുകൂടി മലയുടെ മുകളിലേക്ക് അവർ കയറുന്നു. പിന്നാലെ അതിശക്തമായ മഴ പെയ്യുകയായിരുന്നു. മഴ പെയ്തതോടുകൂടി ഇവർക്ക് തിരികെ താഴേക്ക് മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് വാഹനം അവിടെ തന്നെ ഉപേക്ഷിച്ച് ആ വാഹനത്തിലുണ്ടായിരുന്ന 40 പേരും താഴ്വാരത്തേക്ക് പോവുകയായിരുന്നു. അവരിപ്പോൾ എന്തായാലും മറ്റ് റിസോർട്ടുകളിലും അതുപോലെ തന്നെ ഹോം സ്റ്റേയിലും ഒക്കെ താമസിച്ചിരിക്കുകയാണ്. അനധികൃത ട്രക്കിംഗ് നടത്തിയതിന്റെ പരിശോധനയ്ക്കായി മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട്. ചില വാഹനങ്ങൾ അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു വശം ചെങ്കുത്തായ സ്ഥലം കൂടിയാണ് ഈ മലയുടെ. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഒരല്പം നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ വലിയൊരു അപകടത്തിലേക്ക് പോകാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇനി അവിടെയുള്ള നടപടി എന്നാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.